ഹലോ, ഐം ശ്വേത. ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിരുന്നു മെയ്റ്റ്സ് വിസയുടെ എല്ലാ പ്രോസസ്സും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വീഡിയോ ഇടാമെന്ന്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മെയ്റ്റ്സ് വിസ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. മെയ്റ്റ്സ് വിസ എന്ന് പറയുന്നത് ഒരു ടെമ്പററി വർക്ക് വിസയാണ്. മെയിനായിട്ട് ഫോക്കസ് ചെയ്യണത് ഗ്രാജുവേറ്റ്സ് അല്ലെങ്കിൽ ഏർലി പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി. നെക്സ്റ്റ്, ഞാൻ എങ്ങനെയാണ് ഈ വിസേനെ പറ്റി അറിഞ്ഞതെന്ന് എല്ലാവരും ചോദിച്ചു. എൻ്റെ ഓസ്ട്രേലിയയിലുള്ള ഒരു കസിൻ ബ്രദർ ത്രൂ ആണ് ഞാൻ ഈ വിസേനെ പറ്റി അറിയുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ വിസയ്ക്ക് അപ്ലൈ ചെയ്തത്. കാരണം ഇതൊരു ബാലറ്റ് എൻട്രി വിസയാണ്. അതായത് ആർക്ക് വേണേലും ഈ ബാലറ്റിൽ രജിസ്ട്രേഷൻ ചെയ്യാം. ബട്ട് 3000 പേരെ മാത്രം റാൻഡം ആയിട്ട് സെലക്ട് ചെയ്യും. ഈ സെലക്ട് ചെയ്ത ആൾക്കാർക്ക് മാത്രമേ വിസ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഈ ബാലറ്റിൽ അപ്ലൈ ചെയ്യണ മുന്നേ നിങ്ങൾ എല്ലാവരും എലിജിബിലിറ്റി ക്രൈറ്റീരിയ ലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റിൽ ഒന്ന് വെരിഫൈ ചെയ്യുക. നിങ്ങൾ അതെല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ഈ ബാലറ്റിൽ അപ്ലൈ ചെയ്യുക. ഞാൻ ഈ ക്രൈറ്റീരിയാസ് എല്ലാം അടുത്ത വീഡിയോയിൽ മെൻഷൻ ചെയ്യണതായിരിക്കും. നെക്സ്റ്റ്, എങ്ങനെയാണ് ബാലറ്റിൽ രജിസ്റ്റർ ചെയ്യേണ്ടത്? ഫസ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് ഇമി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ഇമി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ബാലറ്റ് രജിസ്ട്രേഷൻ ചെയ്യാം. അപ്പോൾ അതിൽ വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒരു വാലിഡ് പാസ്പോർട്ട് നമ്പർ, പിന്നെ ഒരു നാഷണൽ ID ചോദിക്കും. അതിൽ നമ്മൾ പാൻ കാർഡ് നമ്പറാണ് കൊടുക്കേണ്ടത്. ഈ ബാലറ്റിൽ രജിസ്റ്റർ ചെയ്യാനുള്ള ഫീസ് $25 ആണ്, അതായത് ഇന്ത്യൻ റുപ്പീസ് 1400. പിന്നെ ഞാൻ അപ്ലൈ ചെയ്യുമ്പോൾ ബാലറ്റ് ഓപ്പൺ ചെയ്ത ടൈം എന്ന് പറയുമ്പോൾ December 9 to January 7 വരെയായിരുന്നു. ആ ഒരു ടൈം പീരീഡിൽ തന്നെ നമുക്ക് ബാലറ്റ് രജിസ്റ്റർ ചെയ്യണം. ഇനി എപ്പോഴാണ് ബാലറ്റ് ഓപ്പൺ ആവുക എന്നുള്ളത് വെബ്സൈറ്റിൽ ഉണ്ടാവും, ഓർ ഞാൻ വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ വൺ മോർ തിങ്, നിങ്ങളുടെ കാർഡിൽ ഇൻ്റർനാഷണൽ പേയ്മെൻറ്റ് ആക്റ്റീവ് ആണോ എന്ന് നോക്കുക. എന്നിട്ട് മാത്രം പേയ്മെൻറ്റിലേക്ക് പോയാൽ മതി, അല്ലെങ്കിൽ അത് പേയ്മെൻറ്റ് ഫെയിൽഡ് എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് മെയ്റ്റ്സ് വിസയുടെ ബാലറ്റ് രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ്. ഇതിൻ്റെ ലിങ്ക് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു ഫോർ വാച്ചിങ്.